رسوله الأمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى يسألونك عن الساعة أيان مرساها فيما أنت من ذكراها إلى ربك منتهاها إنما أنت منذر من يخشاها كأنهم يوم يرونها لم يلبثوا إلا عشية أو ضحاها. ഒന്നോതാവേ ഇൻഷാ അല്ലാഹ് ഓതിക്കോലാരും. أعوذ بالله من الشيطان الرجيم وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى يسألونك عن الساعة أيان مرساها فيما أنت من ذكراها إلى ربك منتهاها إنما أنت منذر من يخشاها كأنهم يوم يرونها لم يلبثوا إلا عشية أو ضحاها. നമ്മൾ ഇന്നിപ്പോൾ ഓതിയതിൽ തുടക്കത്തിൽ വ അമ്മാമൻ അവിടെ ഇൽഹാറാണ്, വെളിവാക്കാതെ അല്ല മണിക്കാതെ ഓതണം. വ അമ്മാമൻ ഖാഫ, ഖാ എന്ന അക്ഷരം ശ്രദ്ധിക്കണം. അവിടെ മഖാമ എന്നതിലെ ഖാഫ് ശ്രദ്ധിക്കണം, കാഫായി മാറാതെ. അതേപോലെ അത് കഴിഞ്ഞ് താഴേക്ക് വന്നാൽ 43-ാമത്തെ ആയത്തിൽ കാണാം ഫീമ എന്നുള്ളത് ഫീമ എന്നാവരുത്, ഫീമ അവിടെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം. ഫീമ അന്ത അല്ല, ഫീമ അന്ത അവിടെ ഇഖ്ഫ ആണ്, മണിച്ചോദനം. മിൻ അവിടെയും ഇഖ്ഫ ആണ്. അതേപോലെ ഏറ്റവും അവസാനം നമ്മളിപ്പോൾ ഓതിയ ആയത്തിൽ കഅന്നഹും യൗമ യറൗനഹ ലം യൽബസു, സു ആണ് പാരായണത്തിൽ, അത് സു ആവരുത്, യൽബസു ആവരുത്, യൽബസു. ഇല്ല അഷിയത്തൻ ഔ ളുഹഹ, ഇല്ല അഷിയത്തൻ ഔ ളുഹഹ അവിടെ ഇൽഹാറു ആണ്. അതേപോലെ ഹ ഹ രണ്ടക്ഷരം വന്നിട്ടുണ്ട് ചേർന്ന്, രണ്ടും ഒരേ മഖ്റജാണ്, വ്യത്യാസമുണ്ട്. അപ്പോൾ ഹ എന്നുള്ളത് തൊണ്ടയുടെ മധ്യാണ് നമുക്കറിയാം. അപ്പോൾ അത് രണ്ടും ഹ ഹ മാറിപ്പോകാതെയും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാഹ്. ഇതില് وأما من خاف مقام ربه ونهى النفس عن الهوى, ഇതാണ് 40-ാമത്തെ വചനം. വഅമ്മാമൻ എന്നാൽ യാതൊരുവൻ, എങ്ങനെയുള്ളവൻ, ഖാഫ അവൻ ഭയപ്പെട്ടു, പേടിച്ചു. ഖാഫ എന്ന് പറഞ്ഞാൽ പേടിച്ചു എന്നാണ്.
ഖായിഫ് എന്ന് വെച്ചാൽ പേടിച്ചവൻ അല്ലെ, പേടിക്കുന്നവൻ, പേടിയുള്ളവൻ, ഖായിഫ്. ഖാഫ യഖാഫു എന്നതാണ് അതിന്റെ മാദി മുളാരി. ഖാഫ യഖാഫു ഖൗഫൻ, അതുപോലെ മഖാഫത്തൻ എന്നതൊക്കെ അതിന്റെ മസ്ദറാണ്, ക്രിയാധാതുവാണ്. ഖൗഫ് എന്ന് പറഞ്ഞാലും മഖാഫത്ത് എന്ന് പറഞ്ഞാലൊക്കെ ഭയമാണ്. അപ്പം ഖാഫ യഖാഫു ഖൗഫൻ ഫഹുവ ഖായിഫ്. ഖായിഫ് എന്ന് വെച്ചാൽ ഭയപ്പെടുന്നവൻ, ഖായിഫ് ഭയപ്പെടുന്നവൻ, പേടിക്കുന്നവൻ. അപ്പോ യാതൊരുവൻ പേടിച്ചവനായോ, ഭയപ്പെട്ടുവോ, എന്തിനെ, മഖാമ റബ്ബിഹി, തന്റെ റബ്ബിന്റെ സ്ഥാനത്തെ, അല്ലെങ്കിൽ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്നതിനെ. വനഹൻ നഫ്സ, വനഹൻ നഫ്സ, വനഹ അവൻ തടഞ്ഞു, വിലക്കി, അൻ നഫ്സ നഫ്സിനെ, എന്തിൽ നിന്ന്, അനിൽ ഹവ ഇച്ഛയിൽ നിന്ന്. വനഹൻ നഫ്സ അനിൽ ഹവ തന്റെ മനസ്സിന്റെ ഇച്ഛയിൽ നിന്ന് അവൻ തടഞ്ഞു നിർത്തുകയും ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ അവർക്കാണ്, അല്ലെങ്കിൽ ഫഇന്നൽ ജന്ന അവർക്കാണ് സ്വർഗം, ഹിയൽ മഅവ അതാണ് അവരുടെ സങ്കേത സ്ഥാനം അല്ലെങ്കിൽ അഭയസ്ഥാനം. അപ്പൊ സ്വർഗമാണ് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല സങ്കേതമായി, അഭയമായി മേൽ പറഞ്ഞ ഗുണമുള്ളവർക്ക് നൽകുന്നത് എന്നാണ്. ഇവിടെ നഹ എന്ന് പറഞ്ഞാൽ വിലക്കി എന്നാണ് അർത്ഥം. വിലക്കി, വിരോധിച്ചു എന്നൊക്കെ അർത്ഥം, തടഞ്ഞു. നഹ യൻഹ, നഹി എന്ന് പറയും. നഹിയുൻ അനിൽ മുൻകർ, മ്ലേച്ഛമായ അല്ലെങ്കിൽ അരുതാത്ത കാര്യങ്ങളെ തൊട്ടുള്ള വിലക്ക്. അംറും ബിൽ മഅറൂഫ് വ നഹിയുൻ അനിൽ മുൻകർ എന്ന് പറയും. നന്മ കൽപ്പിക്കുക, തിന്മ വിലക്കുക എന്ന അർത്ഥത്തിൽ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സ്വർഗം ലഭിക്കുന്ന ആളുകളെ പറ്റി പറഞ്ഞപ്പോ കൂടുതലൊന്നും പറഞ്ഞില്ല. എന്തേ പറഞ്ഞുള്ളൂ, അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ. അതായത് രണ്ട് കാര്യങ്ങളെ പറഞ്ഞോളൂ. അപ്പൊ എത്രമാത്രം പ്രധാനമാണ് ഈ രണ്ട് കാര്യങ്ങൾ. അള്ളാഹു പറയാണ്, ഒരാൾക്ക് സ്വർഗം കൊടുക്കാൻ രണ്ട് കാര്യം അവൻ ശ്രദ്ധിച്ചാൽ മതി. എന്ന് വെച്ചാൽ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഒരാൾക്ക് സ്വർഗം കിട്ടുള്ളൂ എന്നുള്ളതല്ല, മറിച്ച് ഒരാളുടെ സ്വർഗപ്രാപ്തിക്ക് ഇപ്പൊ ഈ പറഞ്ഞ രണ്ട് ഷർത്തുകൾ എത്ര പ്രധാനമാണ് എന്നാണ് നമുക്ക് ഈ ആയത്ത് പഠിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പൊ അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി എന്ന് പറഞ്ഞാല്, ഞാനിപ്പോ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റുമായിട്ടാണ് എൻ്റെ റബ്ബിനെ ഞാൻ കണ്ടുമുട്ടുന്നതെങ്കിൽ, ആത്മാർത്ഥമായി തൗബ ചെയ്ത് അള്ളാഹു എനിക്ക് ആ പാപം പുറത്തു തരാതെ ഞാൻ ആ തെറ്റുമായിട്ടാണ് എൻ്റെ റബ്ബിന്റെ മുമ്പിലേക്ക് എത്തുന്നത് എങ്കിൽ, ആ മഹ്ശറയിൽ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ആളുകളൊക്കെ എന്നെ ഇങ്ങനെ കാണും, നോക്കും. ആ സമയത്ത് അള്ളാഹു എന്നെ വിളിക്കും. ആളുകൾക്കിടയിൽ വെച്ച് അള്ളാഹു എന്നെ വിചാരണ ചെയ്യും. എൻ്റെ കാര്യത്തിൽ അള്ളാഹു വിധി പുറപ്പെടുവിക്കും. അപ്പൊ അങ്ങനെ അള്ളാഹുവെ, റബ്ബെ ഞാൻ ഈ ഒരു തെറ്റിപ്പ ചെയ്തു കഴിഞ്ഞാൽ നാളെ നീ എന്നെ പിടികൂടുമല്ലോ, ആളുകൾക്ക് മുമ്പിൽ നിർത്തിയിട്ട് നീ എന്നെ വിചാരണ ചെയ്യുമല്ലോ. അപ്പൊ നമുക്കറിയാലോ, ഒരു തെറ്റ് നമ്മളിൽ വന്നുപോയി, പബ്ലിക്കായിട്ട് നമ്മുടെ നാട്ടുകാർ മൊത്തം നമ്മളെ പിടിച്ചു കെട്ടിയിട്ടിട്ട് ആളുകൾക്കിടയിൽ നമ്മളെ വിചാരണ ചെയ്താൽ അവിടെ നമ്മൾ ഏറ്റുവാങ്ങുന്ന ഒരു ശിക്ഷ എന്ന് പറയുന്നത് ഏറ്റവും വലുത് നമ്മുടെ അഭിമാനം നഷ്ടപ്പെടുക എന്നുള്ളതാണ്. അപ്പൊ ആളുകൾക്ക് മുമ്പിൽ നമ്മൾ അപമാനിതരായി പോകും. അപ്പൊ അതിനേക്കാൾ വലിയ അപമാനമാണ് സത്യത്തിൽ യൗമു തഗാബുൻ എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ, അപമാനത്തിന്റെ, നഷ്ടത്തിന്റെ ദിവസം എന്ന് പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് പബ്ലിക്കായിട്ട് വിചാരണയ്ക്ക് വിധേയമാകുക എന്ന് പറഞ്ഞാൽ. അപ്പൊ അവിടെ അള്ളാഹിന്റെ മുമ്പിൽ ഒരു തെറ്റുകാരനായി ചെന്ന് നിൽക്കുന്നതിനെ പേടിക്കുക. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിച്ഛിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവും. നമ്മുടെ മനസ്സിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അധികവും ഹലാലായ കാര്യങ്ങളല്ല, ഹറാമായ അരുതാത്ത കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മുടെ ദേഹേച്ഛ നമ്മളെ പ്രേരിപ്പിക്കുക. അതിന് പിറകെ കത്തിച്ചു തരാൻ ആരുണ്ടാവും? പിശാചുണ്ടാവും. അപ്പം നമ്മുടെ ദേഹേച്ഛയെ കത്തിക്കാൻ പിശാച് നിരന്തരം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഈ സുബഹിയുടെ വേളയിൽ തന്നെ, സുബഹി സമയത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, 3 കെട്ട് പിശാച് ഇടും എന്നാണ് നമ്മൾ ഉറങ്ങുന്ന സമയത്ത്, രാവിലെ എഴുന്നേക്കാതിരിക്കാൻ വേണ്ടി. നമ്മൾ രാവിലെ സുബഹിക്ക് നിയത്ത് വെച്ച് എഴുന്നേക്കുന്നതോടുകൂടി അതിലെ ഒരു കെട്ട് അഴിഞ്ഞു പോകും. വുളു എടുക്കുന്നതോടുകൂടി രണ്ടാമത്തെ കെട്ടഴിയും. നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നതോടുകൂടി മൂന്നാമത്തെ കെട്ടും അഴിയും. അപ്പൊ അവനെ പിടിക്കാൻ പിശാചിന് കഴിയില്ല. അപ്പൊ ഈ 3 കെട്ടുകളും അഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 3 കെട്ടുകളും ദേഹേച്ഛയാണ്. അതായത് ആ ഉറങ്ങുന്ന സുബഹിയുടെ നേരം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉറക്കം കിട്ടുന്ന ഒരു സമയമാണ്, ഏറ്റവും സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന ഒരു നേരാണ്. ഉറക്കത്തിൽ നിന്ന് നമുക്ക് ആ ഒരു രാത്രിയുടെ അന്ത്യയാമത്തിൽ എഴുന്നേക്കാൻ മടി തോന്നുന്ന ഒരു സമയമാണ്. അത് ഞാൻ പറഞ്ഞത് ഈമാനും ഇഖ്ലാസും ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചാണ്, ഉള്ളവരെ പറ്റിയല്ല. ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു മടി ഉണ്ടാവില്ല.
അള്ളാഹു ആ ഒരു തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഹറാമായ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ദേഹേച്ഛ നമ്മളോട് കൽപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതിനെ ശക്തമായി നമ്മൾ വിലക്കുക. എനിക്ക് എൻ്റെ ശരീരത്തിന്റെ ഇഷ്ടമല്ല വലുത്, എൻ്റെ റബ്ബിന്റെ ഇഷ്ടമാണ് എനിക്ക് ഏറ്റവും വലുത് എന്ന് നമ്മൾ ഉറച്ചു തീരുമാനിക്കുക. അത് ആളുകൾ എന്തെല്ലാം ആക്ഷേപം പറഞ്ഞാലും പരാതി പറഞ്ഞാലും ആളുകളുടെ ഇഷ്ടങ്ങൾക്കെതിരായാലും എൻ്റെ റബ്ബിന്റെ ഇഷ്ടമാണ് എനിക്ക് വലുത് എന്ന് നമ്മൾ ഉറച്ചു തീരുമാനിക്കുക. അതുപോലെ തന്നെ അള്ളാഹിന്റെ മുമ്പിൽ ഞാൻ ഈ തെറ്റായിട്ട് പോയാൽ അവിടെ നിൽക്കേണ്ടി വരും, ഞാൻ അപമാനിതനാകും എന്നൊക്കെയുള്ള ആ ഒരു ചിന്ത ഒരു തെറ്റിന്റെ മുമ്പിലേക്ക് നമ്മൾ എത്തുമ്പം നമുക്ക് വന്നു കഴിഞ്ഞാൽ ആ തെറ്റ് നമുക്ക് ഒരിക്കലും ചെയ്യാൻ തോന്നൂല, നമ്മൾ അതിൽ നിന്ന് പെട്ടെന്ന് പിൻവാങ്ങും. അപ്പൊ അങ്ങനെ ഒരു മനസ്സ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അപ്പൊ അതാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്നുള്ള ചിന്ത, അതേപോലെ തന്നെ ദേഹേച്ഛയെ തടഞ്ഞു നിർത്തുക, അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്നതാണ് ഫഇന്നൽ ജന്നത ഹിയൽ മഅവ, അവർക്കാണ് എന്തു കൊടുക്കുക? സ്വർഗം അഭയമായിട്ട് കൊടുക്കുക. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് സൂറത്ത് നിസായിലെ 4-ാമത്തെ സൂറത്ത് 135-ാമത്തെ ആയത്തിൽ, ഫലാ തത്തബിയുൽ ഹവ, ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ദേഹേച്ഛയെ പിൻപറ്റരുത്. ദേഹേച്ഛയെ പിൻപറ്റിയാൽ നമ്മൾ അബദ്ധത്തിലാവും. ഇവിടെ ഞാൻ ജോലി ചെയ്യുന്ന ഓഫീസിൽ ഒരു ദേഹേച്ഛയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള 10 മാർഗങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. അറബി ബുക്കാണ്, മാഷാ അല്ലാഹ്, അടിപൊളി ബുക്കാണ്. ആ ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാറ്റം ഉണ്ടാവും. മലയാളത്തിൽ അത് ട്രാൻസ്ലേഷൻ ഉണ്ടോ എന്നുള്ള അറിയില്ല. നമ്മൾ എങ്ങനെ നമുക്ക് ദേഹേച്ഛയിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ളത്. അപ്പൊ അതാണ് ആ 3 ആയത്തുകളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി 42-ാമത്തെ ആയത്ത്, അവിശ്വാസികളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന സമീപനവും നടപടികളും ചോദ്യങ്ങളും ഒക്കെ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല 42-ാമത്തെ ആയത്തോട്ട് ഈ സൂറത്തിൽ പറയുന്നത്. അപ്പൊ എന്താണ്? യസ്അലൂനക അനിസ്സാഅത്തി അയ്യാന മുർസാഹ. യസ്അലൂനക, അവർ നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ യസ്അലൂനക കുഫാർ ഖുറൈഷ്, ഖുറൈശികളിലെ കുഫാറുകളായ മുശ്രിക്കുകളായ ആളുകൾ നിന്നോട് ചോദിക്കുന്നു. യസ്അലൂനക, സഅലയാണ് ക്രിയ, സഅല യസ്അലു സുആലൻ ഫഹുവ സായിലുന്ന. അപ്പം അവർ നിന്നോട് ചോദിക്കുന്നു അനിസ്സാഅ, അന്ത്യഘട്ടത്തെ പറ്റി. വെറും സാ എന്ന് പറഞ്ഞാൽ നമ്മൾ വാച്ചിന് പറയും, ക്ലോക്കിന് പറയും, മണിക്കൂറിന് പറയും. കം സാ എന്ന് വെച്ചാൽ സമയം എത്രയായി എന്നാണ്. എന്നാൽ അസ്സാ, അലിഫും ലാമും ഇട്ട് വന്നാൽ അതിനർത്ഥം അന്ത്യദിനം എന്നാണ്. അനിസ്സാ, അന്ത്യഘട്ടത്തെ പറ്റി അവർ നിന്നോട് ചോദിക്കുന്നു. അയ്യാന, എപ്പോഴാണ്, മുർസാഹ, അത് സംഭവിക്കുന്നത്, അത് സ്ഥാപിക്കപ്പെടുന്നത് എന്നവർ നിന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു തന്നെ ചോദിക്കുകയാണ്, ഫീമ അൻത മിൻ ദിക്റാഹ, അതിൻ്റെ പ്രസ്താവനയെ സംബന്ധിച്ച്. ഫീമ അൻത മിൻ ദിക്റാഹ, അതിൻ്റെ പ്രസ്താവനയെ സംബന്ധിച്ച്. ഫീമ അൻത മിൻ ദിക്റാഹ, അതിൻ്റെ പ്രസ്താവനയെ സംബന്ധിച്ച് എന്തൊരു നിലപാടിലാണ് നീയുള്ളത്, അഥവാ നിനക്കതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടല്ലോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുകയാണ്. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അന്ത്യദിനത്തെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ത്യദിനം എപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് ഒരു നിലയ്ക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കോ അതല്ലെങ്കിൽ ഈ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏതെങ്കിലും ഒരാൾക്കോ ഈവൻ അന്ത്യദിനം സംഭവിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് കാഹളത്തിൽ ഊതുന്ന ഇസ്രാഫീൽ എന്ന മലക്കിന് പോലും അതെപ്പോഴാ സംഭവിക്കുക എന്നറിയില്ല. ആ സമയമാകുമ്പോൾ അള്ളാഹു കൽപ്പിക്കുമ്പോൾ മാത്രമാണ് ഇസ്രാഫീൽ എന്ന മലക്കിന് പോലും അറിയാൻ പറ്റുക. അപ്പം നിനക്ക് എന്തറിയാൻ നബി? ഒന്നും അറിയില്ല. അപ്പം ആളുകൾ നിന്നോട് അന്ത്യദിനത്തെ പറ്റി അത് എപ്പോഴാ സംഭവിക്കാന്ന് ചോദിക്കുന്നു. അങ്ങനെ ചോദിക്കാൻ കാരണം എന്താ? അങ്ങനെ ചോദിക്കാൻ കാരണം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യദിനം സംഭവിക്കും, അത് അടുത്ത് തന്നെ സംഭവിക്കും എന്നിങ്ങനെ മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ സത്യത്തെ ഉൾക്കൊള്ളുക. പക്ഷെ അപ്പൊ ആ ചോദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുള്ള മറുപടിയായിട്ടാണ് അവർക്ക് എപ്പോഴത് സംഭവിക്കുക, കുറെ ആയല്ലോ പറയുന്നു എന്ന നിലയ്ക്ക് പരിഹാസത്തോടു കൂടിയാണ് അവര് ചോദിക്കുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ തന്നെ ഒരുപാട് ആയത്തുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് സൂറത്തു
മുഅ്മിൻ 40-ാമത്തെ സൂറത്ത് 59-ാമത്തെ ആയത്ത്. അവിടെ അള്ളാഹു പറയുന്നുണ്ട്, ഇന്ന സാഅത ലആതിയത്തുൻ ലാ റൈബ ഫീഹ, അന്ത്യദിനം എന്നത് സംഭവിക്കുക തന്നെ ചെയ്യും, അതിൽ ഒരു സംശയവുമില്ല. വലാകിൻ അക്സറ അന്നാസി ലാ യുഅ്മിനൂൻ, പക്ഷെ അധികം ആളുകളും ആ കാര്യത്തിൽ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ ഇത് സൂറത്ത് 22-ാം അധ്യായം ഹജ്ജിലെ 7-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അന്ത്യദിനത്തിൽ നമ്മൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകം നശിക്കും എന്നത് മാത്രമല്ല, നമ്മൾ 6 അടി മണ്ണിലേക്ക് മരിക്കും എന്നത് തുടങ്ങി ഖബറിലേക്ക് വെച്ചത് മുതൽ ഖബർ, അതിലെ രക്ഷാശിക്ഷകൾ, ചോദ്യങ്ങൾ, അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത്, അന്ത്യദിനം, മഹ്ഷർ, അവിടെയുള്ള വിചാരണ, സ്വർഗം, നരകം, സിറാത്ത്, മീസാന്, ഇങ്ങനെ തുടങ്ങി പരലോകവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നതാണ് എന്ത് അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ. അതിൽ ഏതെങ്കിലും കാര്യങ്ങളെ ഒരാൾ നിഷേധിച്ചു കഴിഞ്ഞാൽ, സിറാത്ത് പാലം എന്നൊരു പാലം ഇല്ല അങ്ങനെ ഒരാൾ പറഞ്ഞാൽ, ഖബറിലെ ശിക്ഷ എന്ന് പറഞ്ഞാൽ അതില്ല എന്ന് പറഞ്ഞാൽ, അത് ഈമാൻ കാര്യങ്ങളിലെ 5-ാമത്തെ കാര്യത്തെ ഒരാൾ നിഷേധിച്ചതിന് തുല്യമായി, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അപ്പം അള്ളാഹു പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം? അതേപടി നമ്മൾ വിശ്വസിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതേപടി നമ്മൾ വിശ്വസിക്കണം. അതിൽ യാതൊരു സംശയമോ പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവോ എന്നുള്ള അതൊന്നും നമ്മൾ പ്രകടിപ്പിക്കാൻ പാടില്ല. വിശ്വാസി എന്ന് പറഞ്ഞാൽ അടിയുറച്ച കാര്യങ്ങളിൽ വിശ്വസിക്കേണ്ടവനാണെന്നർത്ഥം. വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല 7-ാം അധ്യായം 187-ാമത്തെ സൂറത്ത് 187-ാമത്തെ ആയത്തിൽ പറയുന്നു, യസ്അലൂനക അനിസ്സാഅത്തി അയ്യാന മുർസാഹ, അതായത് എപ്പോഴാ ഇത് സംഭവിക്കുക എന്ന് ഇവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ നബിയെ നിന്നോട്. കുൽ, അവരോട് നീ പറയ, ഇന്നമാ ഇൽമുഹ ഇൻദ റബ്ബി ലാ യുജല്ലിഹാ ലിവഖ്തിഹാ ഇല്ലാഹു, അതായത് അതിനെപ്പറ്റിയുള്ള അറിവ് എൻ്റെ റബ്ബിൻ്റെ അടുത്ത് മാത്രമാണ്, അവൻ ആ സമയമാകുമ്പോൾ അത് പിന്നെ വെളിപ്പെടുത്തും എന്നതല്ലാതെ ഒന്നുമില്ല. അത് സംഭവിക്കുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോഴാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കയ്യിൽ ഒരു കപ്പ് വെള്ളം എടുത്ത ആൾക്ക് അത് പിന്നെ കുടിക്കാൻ പറ്റില്ല, അത്രയും വേഗത്തിൽ അത് സംഭവിക്കും. അങ്ങാടിയിൽ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ഒരാൾക്ക് ആ പുതപ്പൊന്ന് മടക്കി വെക്കാൻ നേരം കിട്ടില്ല, അത്രയും പെട്ടെന്ന് അന്ത്യദിനം സംഭവിക്കും. അത്രയും വേഗത്തിലാണ് അത് സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ യാതൊരു സംശയമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുക എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നമ്മുടെ ഓരോ നിമിഷങ്ങളെയും നമ്മൾ അതിന്റെ ഒരുക്കത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരു തെറ്റിലേക്ക് നമ്മൾ ചെന്നു, ആ തെറ്റിൽ ഇങ്ങനെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് തിരിച്ചറിവ് ഉണ്ടാകുന്നത്, അള്ളാഹുവേ ഇത് പിടിക്കപ്പെടുമല്ലോ, ഇത് ശിക്ഷിക്കപ്പെടുമല്ലോ എന്ന നിലയ്ക്ക് ഉടനെ തന്നെ അതിൽ നിന്ന് മടങ്ങുകയും തൗബ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ഈമാനുള്ളവന്റെ ലക്ഷണവും അതുപോലെ തന്നെ അവന്റെ സമീപനവും അതായിരിക്കണം. വിശുദ്ധ ഖുർആനിൽ തന്നെ ഒരുപാട് ആയത്തുകൾ നമ്മൾ ഈ പറഞ്ഞ അന്ത്യദിനത്തെ നിഷേധിക്കുന്ന ആളുകളുടെ വാദങ്ങളും മറ്റുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തുദ്ധരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 18-ാമത്തെ സൂറത്ത് അൽ കഹ്ഫിലെ 36-ാമത്തെ ആയത്ത്, 34-ാമത്തെ സൂറത്ത് സബയിലെ 3-ാമത്തെ ആയത്ത്, അങ്ങനെ തുടങ്ങി പല ആയത്തുകളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അന്ത്യദിനത്തെ നിഷേധിക്കുന്ന ആളുകളുടെ പരിഹാസ ചോദ്യങ്ങളെ പറ്റി പറയുന്നുണ്ട്, അതിനുള്ള മറുപടികൾ പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. യസ്അലൂനക അനിസ്സാഅത്തി അയ്യാന മുർസാഹ ഫീമ അൻത മിൻ ദിക്റാഹ. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇലാ റബ്ബിക മുൻതഹാഹ, ഇലാ റബ്ബിക മുൻതഹാഹ. അടുത്ത ആയത്ത്. അത് കഴിഞ്ഞാൽ ഇന്നമാ അൻത മുൻദിറു മൻ യഖ്ഷാഹ കഅന്നഹും യൗമ യറൗനഹ ലം യൽബസു ഇല്ലാ അശിയത്തൻ ഔ ളുഹാഹ. അപ്പൊ 44-ാമത്തെ ആയത്ത് ഇതാണ്, ഇലാ റബ്ബിക മുൻതഹാഹ. ഇലാ റബ്ബിക വെച്ചാൽ നിന്റെ റബ്ബിങ്കലേക്കാണ്, മുൻതഹാഹ അതിന്റെ കലാശം, ചെന്നവസാനിക്കൽ. അഥവാ അള്ളാന്റെ അടുത്താണ്, വേറൊരാൾക്കും അതിനെപ്പറ്റി ഒന്നും പറയാൻ സാധിക്കുകയില്ല. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, മനുഷ്യരൂപത്തിൽ വന്ന് ഒരു ചെറുപ്പക്കാരന്റെ രൂപത്തിൽ വന്നിട്ട് ആളുകൾക്കിടയിൽ വെച്ച് നബിയോട് ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് അന്ത്യദിനം സംഭവിക്കുക? ഫഅഖ്ബിർനി അനിസ്സാഅ, നബിയോട് ചോദിക്കുകയാണ്, അന്ത്യദിനത്തെ പറ്റി എനിക്കൊന്ന് പറഞ്ഞു തരാമോ? ഒരു ചെറുപ്പക്കാരന്റെ രൂപത്തിലാണ് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരുന്നത്, വെള്ള വസ്ത്രമണിഞ്ഞ്. സ്വഹാബികളൊക്കെ കാണുന്നുണ്ട്, മനുഷ്യരൂപത്തിലായതുകൊണ്ട് തന്നെ.
അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് ആ വന്ന വ്യക്തിയോട്, മൽ മസ്ഊലു അൻഹ ബി ആലമ മിനസ്സായിലി, ചോദ്യകർത്താവിനേക്കാൾ ചോദിക്കപ്പെട്ടവൻ ഒന്നും അറിയില്ല. ചോദിച്ചത് ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ചോദിക്കപ്പെട്ടത് നബിയോടാണ്. ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം തിരിച്ച് അങ്ങോട്ട് പറയുന്നുണ്ട്, ഫഅഖ്ബിർനി അൻ അമാറത്തിഹ, എന്നാൽ അതിന്റെ അടയാളങ്ങളെ പറ്റി നീ എനിക്കൊന്ന് പറഞ്ഞതാ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യദിനത്തിന്റെ അടയാളങ്ങളുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ചെറിയ അടയാളങ്ങളുണ്ട്, വലിയ അടയാളങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ഈസാ നബി അലൈഹി സ്വലാമയുടെ വരവ്, മഹ്ദി ഇമാമിന്റെ വരവ്, ഭരണം, അതേപോലെ ദജ്ജാലിന്റെ ഫിത്തിന, ദാബത്തുൽ അർള്, യജൂജ് മഅജൂജ് വിഭാഗങ്ങൾ വരുന്നത്, അങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ചെറുതും വലുതുമായ വിഷയങ്ങൾ വരുന്നുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എനിക്കതിന്റെ അടയാളങ്ങളെ പറ്റി അറിയാം അള്ളാഹു പറഞ്ഞത് പ്രകാരം എന്നുള്ളത്. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് മടങ്ങി പോകുന്നു. പോയതിന് ശേഷം സ്വഹാബത്തിനോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ആ വന്ന ആൾ ആരാ നിങ്ങൾക്ക് അറിയാവോ? അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് അറിയില്ല. അപ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആ വന്നത് ജിബ്രീലായിരുന്നു എന്ന്. അപ്പോഴാണ് അവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിന്റെ റബ്ബിങ്കലേക്കാണ് അതിന്റെ കലാശം, അഥവാ അവന് മാത്രമേ അറിയുള്ളൂ. വേറൊരു പടപ്പിനും അള്ളാഹു അന്ത്യദിനം എപ്പോഴാ സംഭവിക്കുക എന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ടേ ഇല്ല. ഇന്നമ അൻത മുൻദിറു മൻ യഖ്ഷാഹ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഡ്യൂട്ടി എന്താണ്? ഇന്നമ അൻത മുൻദിറു മൻ യഖ്ഷാഹ. ഇന്നമ അൻത, തീർച്ചയായും നീ ആരാണ്? മുൻദിർ, താക്കീത് നൽകുന്നവനാണ്, മുന്നറിയിപ്പ് നൽകുന്നവനാണ്. മൻ യഖ്ഷാഹ, അതിനെ ഭയപ്പെടുന്നവന്, അതിനെ ഭയപ്പെടുന്നവർക്ക് എന്ന് പറയാം. അപ്പം തീർച്ചയായും അതിനെ ഭയപ്പെടുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുന്നവൻ മാത്രമാണ് നീ എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മുൻദിർ എന്ന് പറഞ്ഞാൽ താക്കീത് നൽകുന്നവൻ, മുന്നറിയിപ്പ് നൽകുന്നവൻ. അൻദറ യുൻദിറു എന്നതാണ് ക്രിയ. അതുപോലെ പിന്നെ മൻ യഖ്ഷാഹ, ഖശിയ യഖ്ഷ, അതാണ് അതിന്റെ ആ പദം. ഖശിയ യഖ്ഷ, ഖശിയത്തൻ, ഭയം. അപ്പൊ ഇന്നമാ അൻത മുൻദിറു മൻ യഖ്ഷാഹ, അതിനെ ഭയപ്പെടുന്നവർക്ക് താക്കീത് നൽകുന്നവൻ മാത്രമാകുന്നു താങ്കൾ എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്ന് പറഞ്ഞാല് ഈ കാര്യങ്ങളെ പറ്റി പേടിയും ഭയമൊക്കെ ഉള്ള ആളുകൾക്ക് നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക. അങ്ങനെയുള്ള ആളുകളിലാണ് അത് മാറ്റം ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകളോടൊന്നും ഇത്തരം ദീനിയായ കാര്യങ്ങളോ പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ പറയാൻ പാടില്ല എന്നല്ല, എല്ലാവർക്കും അത് പറഞ്ഞു കൊടുക്കണം. പക്ഷെ അത് ഏറ്റവും ഫലപ്പെടുക ആർക്കാണ്? അതിനെ പേടിക്കുന്ന ആളുകൾക്കാണ്. അവർക്ക് കൃത്യമായി നബി അങ്ങ് പറഞ്ഞു കൊടുക്ക് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് സൂറത്ത് യാസീനിൽ ഒരു ആയത്തുണ്ട്. 36-ാമത്തെ സൂറത്താണ് യാസീൻ സൂറത്ത്. അതിലെ 11-ാമത്തെ ആയത്തിൽ കാണാം, ഇന്നമാ തുൻദിറു മനിത്തബഅ ദിക്റ വഖശിയർ റഹ്മാന ബിൽ ഗൈബി ഫബശ്ശിറുഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം. പലർക്കും മനപ്പാടുള്ള ഒരു സൂറത്ത് കൂടിയാണല്ലോ. അവിടെ അള്ളാഹു പറയുന്നത്, നബിയെ താങ്കൾ താക്കീത് നൽകേണ്ടത് ആർക്കാണ്? അള്ളാഹുവിന്റെ ഉത്ബോധനത്തെ പിൻപറ്റുന്ന, റഹ്മാനായ റബ്ബിനെ ഗൈബിയായ നിലയ്ക്ക്, അദൃശ്യമായ നിലയ്ക്ക് പേടിക്കുന്ന ആളുകൾക്കാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് പാപമോചനം ലഭിക്കുമെന്നും ഏറ്റവും നല്ല പ്രതിഫലം ലഭിക്കുമെന്നും അങ്ങ് ആളുകൾക്ക് എന്ത് ചെയ്യും? സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുന്ന പറയുന്നത്. അപ്പം അള്ളാഹുവിനെ അങ്ങേയറ്റം പേടിക്കുന്ന, റബ്ബിനെ നമുക്ക് ഒരിക്കലും കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. കണ്ണുകൊണ്ട് കാണുന്ന ഒന്നിനെ നമ്മൾ പേടിക്കും, പേടിക്കേണ്ട സ്ഥലത്ത് പേടിക്കും, ആദരിക്കും. പക്ഷെ നമ്മൾ നമ്മുടെ റബ്ബിനെ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ആ റബ്ബിൽ നമ്മൾ വിശ്വസിക്കുന്ന ഗൈബിയായ നിലയ്ക്കാണ്. ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത പരലോകത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന ഗൈബിയായ നിലയ്ക്കാണ്. ആ നിലയ്ക്ക് അള്ളാഹുവിലും പരലോകത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഉദാത്തമായ പ്രതിഫലം നാളെ ഉണ്ട് എന്ന് നബിയെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഇതേപോലെ നമ്മൾ പഠിച്ച ഒരു സൂറത്ത്, 87-ാമത്തെ സൂറത്ത് 10-ാമത്തെ ആയത്തിൽ കാണാമല്ലോ, ഫദക്കിർ ഇൻ നഫഅത്തി ദിക്റ. ഉത്ബോധനം ഫലപ്പെടുമെങ്കിൽ നബിയെ അവർക്ക് നല്ല ഉപദേശം നീ നൽകണം. സയദ്ദക്കറു മൻ യഖ്ഷ, അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകൾ തീർച്ചയായും ആ ഉത്ബോധനത്തെ സ്വീകരിക്കും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എത്ര നല്ല ഒരു ചെടിയാണെങ്കിലും ശരി, ഒരു വളവും വളക്കൂറും ഇല്ലാത്ത ഒരു മണ്ണിൽ കൊണ്ടുപോയിട്ടാണ് അത് കുഴിച്ചു വെക്കുന്നതെങ്കിൽ ആ ചെടി വളരുകയില്ല, അത് പുഷ്പിക്കുകയില്ല, അത് കായ്ക്കുകയില്ല. എത്ര നല്ല ഒരു ഫ്രൂട്ട് ആണെങ്കിൽ പോലും, എത്ര ആരോഗ്യമുള്ള ഒരു ചെടിയാണെങ്കിൽ പോലും, അത് കൊണ്ടുപോയി വെക്കുന്ന ഒരു സ്ഥലം നല്ലതല്ല എങ്കിൽ അതൊരിക്കലും അത് വളരുകയില്ല. എന്നാൽ പിന്നെ ഒരു നല്ല ചെടി അല്ലെങ്കിൽ നല്ല ഒരു ഫ്രൂട്ടിന്റെ തൈ എന്ന് വിചാരിക്കുക, അത് നല്ലൊരു മണ്ണിലാണ് കൊണ്ടുപോയി വെക്കുന്നത് എങ്കിൽ അത് വളരെ
വേഗത്തിൽ പിന്നെ സമൃദ്ധമായി അത് വളർന്നു വന്ന് പുഷ്പിച്ച് കായ്ച്ച് അത് നമുക്ക് ഫലം നൽകും. ഇതുപോലെയാണ് നമ്മളിപ്പം ഒരു ഉപദേശം, നമ്മളിപ്പം കുറേ കാര്യങ്ങൾ പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുമ്പോൾ ഇത് പല രൂപത്തിലാണ് നമ്മുടെ മനസ്സിൽ എഫക്റ്റ് ആവുന്നത്. ഇപ്പൊ ഇത്ര ആളുകൾ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ ഇപ്പോൾ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ കാര്യം പറയുമ്പോൾ എൻ്റെ മനസ്സിൽ എഫക്റ്റ് ചെയ്യുന്നതും ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെ മനസ്സിൽ എഫക്റ്റ് ചെയ്യുന്ന ഓരോ രൂപത്തിലാണ്. നമ്മുടെ ഈമാനനുസരിച്ചാണ് പറയുന്ന കാര്യങ്ങൾ എഫക്റ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ഈമാൻ കുറവാണെങ്കിൽ, നമ്മുടെ ഹൃദയം വരണ്ട് കിടക്കുകയാണെങ്കിൽ ഈ പറയുന്നതൊന്നും നമ്മുടെ മനസ്സിലേക്ക് യേശുകയില്ല. ഇത്തോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഖുർആൻ ആയത്ത് ഓതുമ്പോൾ കരഞ്ഞ സ്വഹാബികളെ പറ്റി പറയുന്നുണ്ട്. കരഞ്ഞിട്ട് കണ്ണ് നിറഞ്ഞ് ഏങ്ങലടിച്ച് കരഞ്ഞ സ്വഹാബികളെ പറ്റി പറയുന്നുണ്ട്. ഖബറിന്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ കരഞ്ഞിട്ട് താടി രോമങ്ങളിലൂടെ വെള്ളം കണ്ണീര് ചാലിട്ട് ഒഴുകി നിലത്തേക്ക് വീണ അവസ്ഥ റസൂലുള്ളാഹി പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ ആ കരച്ചിൽ എല്ലാവർക്കും ഉണ്ടാകുന്നില്ലല്ലോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈമാനാണ്. ഈമാനിന്റെ കുറവും കൂടുതലുമാണ്. വിശുദ്ധ ഖുർആനിലെ ഏതൊരായത്ത് ഓതി പോകുമ്പോഴും മനസ്സിലൊരു കിടുക്കം ഉണ്ടാകണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഒരു ചലനം, ഒരു മാറ്റം, ഒരു ഈമാനിന്റെ ഒരു തരിയെങ്കിലും ഒന്ന് ഉയരുന്ന ഒരവസ്ഥ വിശുദ്ധ ഖുർആനിൽ ഒരായത്ത് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകണം. അങ്ങനെയുള്ളവർ മാത്രമാണ് വിശ്വാസികൾ എന്നാണ് ഖുർആൻ തന്നെ ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വൈദാ തുലിയത് അലൈഹിം ആയാത്തുഹു സാദത്തുഹും ഈമാന. ഒരായത്ത് അങ്ങോട്ട് നമ്മൾ കേൾക്കുമ്പോഴേക്കും ഈമാനായിട്ട് കൂടും. അങ്ങനെയുള്ള ആളുകളാണ് ശരിക്കുള്ള മുഅ്മിനുകൾ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഖുർആനിന്റെ ആയത്തുകൾ ഓതുമ്പോൾ ആ ഒരു ചലനം, ആ ഒരു മാറ്റം ഒക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മളാണ്, വേറൊരാളല്ല നമുക്ക് നമ്മുടെ ഈമാനിനെ മാർക്കിടേണ്ടത്. അപ്പൊ ആ പരിശോധനകൾ തീർച്ചയായും ഉണ്ടാകേണ്ടതുണ്ട്. ഇനി ഈ സൂറത്തിലെ ഏറ്റവും അവസാനത്തെ ആയത്താണ് നമ്മൾ എടുക്കുന്നത്. ആയത്ത് എന്താണ്? കഅന്നഹും യൗമ യറൗനഹ ലം യൽബസു ഇല്ലാ അശിയതൻ ഔ ളുഹാഹ. ഇനി ആ ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കും? കഅന്നഹും അവർ ആകുന്നു എന്ന പോലെ ആയിരിക്കും. യൗമ യറൗനഹ അതിനെ കാണുന്ന ദിവസം, റഅ യറ റുഇയത്ത്, ലം യൽബസു അവർ താമസിച്ചിട്ടില്ല, കഴിഞ്ഞുകൂടിയിട്ടില്ല എന്ന പോലെ. അവിടെ ലബിസ എന്നാണ്. ലബിസ എന്ന് പറഞ്ഞാൽ താമസിച്ചു എന്നും, ലബിസ സീനാണെങ്കിൽ പിന്നെ എന്താണ്, ധരിച്ചു, വസ്ത്രം ധരിക്കുന്നതിനാണ് ലബിസ എന്ന് പറയുക സീന്. ഇവിടെ ലബിസയാണ് എന്ന് പറഞ്ഞാൽ താമസിച്ചു. അപ്പൊ അവർ കഴിഞ്ഞുകൂടിയിട്ടില്ല എന്ന പോലെ. ഇല്ല അഷിയത്തൻ ഒരു സായാഹ്നം, ഒരു വൈകുന്നേരം അല്ലാതെ. ഔ ലുഹാഹ അല്ലെങ്കിൽ അതിന്റെ പൂർവാഹ്നം. ലുഹാ സമയം നമുക്കറിയാലോ, ഇളയുച്ച എന്നൊക്കെ പറയും. അപ്പം അതിനെ അവർ കാണുന്ന ദിവസം, ആ അന്ത്യദിനം സംഭവിക്കുമ്പോൾ അത് കാണുന്ന ദിവസം അതിന് സാക്ഷിയാകുന്ന ആളുകൾ ഒരു സായാഹ്നമോ അല്ലെങ്കിൽ അതിന്റെ പൂർവാഹ്ന സമയമോ അല്ലാതെ അവർ ഇവിടെ ജീവിച്ചിട്ടില്ല എന്നതുപോലെയായിരിക്കും തോന്നുക. കാരണം എന്താണെന്ന് വെച്ചാൽ അത് സംഭവിക്കുന്നതിന്റെ ഭയാനകതയാണ്. ആ ഭയാനകത കാരണമാണ് അവർക്ക് അത് തോന്നുന്നത്. ഇവിടെ 40, 50, 60, 70, 90, 100 വർഷം ജീവിച്ച ആൾക്ക് പോലും ഒരു ലുഹാ സമയത്ത് നമ്മൾ ഇവിടെ ജീവിച്ച പോലെ തോന്നും, ഒരു മണിക്കൂർ ഇവിടെ താമസിച്ച പോലെ തോന്നും, അങ്ങനെയൊക്കെ തോന്നും എന്നാണ്. ഖുർആനിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആയത്തുകൾ വേറെയും വന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു മണിക്കൂറൊക്കെ ഇവിടെ ഇപ്പം വിശുദ്ധ ഖുർആനിലെ 10-ാമത്തെ സൂറത്ത് യൂനുസ് 45-ാമത്തെ ആയത്തിൽ കാണാം, വയൗമ യഹ്ശുറുഹും കഅൻ ലം യൽബസു ഇല്ലാ സാഅത്തൻ മിനൻ നഹാരി. പകലുന്ന് ഒരു മണിക്കൂർ മാത്രം ഇവിടെ താമസിച്ചിട്ടുള്ളൂ എന്ന് ആ ഖിയാമത്തിനെ നോക്കിക്കാണുന്ന ആൾക്ക് തോന്നും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അവിശ്വാസികൾ അന്ത്യദിനം സംഭവിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സാക്ഷിയാകുന്നത് 99.9% ആളുകളും കുഫറിലുള്ള ആളുകളായിരിക്കുന്നത്. കാരണം മുസ്ലിം പറയുന്നുണ്ട്, ഈമാൻ വറ്റി വരണ്ടു പോയി, ഈമാൻ ഇല്ലാത്ത ആളുകളെ കൊണ്ടാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്ന് പറയുന്നുണ്ട്. അവസാന കാലത്ത് സിറിയയുടെ ഭാഗത്ത് മുസ്ലിം പറയുന്നുണ്ട്, ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ഒക്കെ മരണത്തിന് ശേഷം, ഈസാ നബി അലൈഹി സ്വലാം 2ാമത്തെ വരവ് വന്ന് മരണപ്പെട്ടതിന് ശേഷം സിറിയയുടെ ഭാഗത്ത് നിന്ന്, സിറിയയുടെ തെക്കൻ ഭാഗത്തു നിന്നോ വടക്കൻ ഭാഗത്തു നിന്നോ ഒരു കാറ്റടിച്ച് വീശും. ആ കാറ്റ് കൊള്ളുന്ന സർവ്വ വിശ്വാസികളും എന്ത് ചെയ്യും? മരണപ്പെടും. ആ കാറ്റടിച്ചിട്ട് ആ കാറ്റ് അടിച്ച് ആ കാറ്റ് ആരിലേക്കൊക്കെ എത്തുന്നു ആ വിശ്വാസികൾ മുഴുവൻ മരണപ്പെടുകയും അവിശ്വാസികൾ അവശേഷിക്കുകയും
അവരുമായിട്ടാണ് അന്ത്യദിനം സംഭവിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ ഈ അന്ത്യദിനത്തിൽ അവിശ്വാസികളുടെ പിന്നെ അവസ്ഥകളെ പറ്റിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ ആയത്തുകളിലൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം മരണം വരെ ഈമാനോടുകൂടി ജീവിക്കാനും ഈമാൻ എപ്പോഴും നിറഞ്ഞൊഴുകുന്ന ഒരു കൽബുമായി ജീവിക്കാനും ആ അവസ്ഥയിൽ അള്ളാഹുവിലേക്ക് മടങ്ങാനുമുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അപ്പൊ നമ്മുടെ സൂറത്ത് നാസിയാത്ത് എന്ന ഈ ഒരു സൂറത്ത് ആത്മാവിനെ ഊരിയെടുത്തുകൊണ്ട് പോകുന്ന മലക്കുകളെ പറ്റി പറഞ്ഞു തുടങ്ങിയ ഈ സൂറത്ത് അവസാനിക്കുന്നത് പരലോകം പറഞ്ഞുകൊണ്ടാണ്. മരണം പറഞ്ഞു തുടങ്ങി പരലോകം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന അധ്യായമാണ് സൂറത്ത് നാസിയാത്ത്. നന്നായി വായിച്ച് പഠിക്കുക, അതിൽ നിന്ന് ഉൾക്കൊള്ളുക, ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാം നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂറത്തു നബ ആണ് ഇൻഷാ അള്ളാഹ് നമുക്ക് അടുത്തത് ആരംഭിക്കാനുള്ളത്. അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ആരംഭിക്കും ഇൻഷാ അള്ളാഹ്. അതും കൂടി കഴിഞ്ഞിട്ട് ഇൻഷാ അള്ളാഹ് പരീക്ഷ ഉണ്ടായിരിക്കും. അതോടൊപ്പം ഒരു കാര്യം കൂടി ഉണർത്താനുള്ളത്, കോളേജിൽ എൻ്റെ കൂടെ പഠിച്ച ജാമിയ നദ്വിയ ഇടവണ്ണയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ കൂടെ പഠിച്ച നമ്മുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് ദേവാ പ്രവർത്തനങ്ങളെല്ലാം വളരെ സജീവമായിട്ട് നിലകൊള്ളുന്ന എൻ്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരൻ 45 വയസ്സാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം പരിശോധനയിൽ ബ്ലഡ് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരു സ്കൂൾ അധ്യാപകനാണ്, ദേവാ പ്രവർത്തനങ്ങളിൽ ആക്റ്റീവാണ്, കലാകായിക രംഗങ്ങളിലെല്ലാം വളരെ സജീവമായിട്ട് നിലകൊള്ളുന്ന സഹോദരനാണ്. നജമുദ്ദീൻ എന്ന് പറയും. മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ടാണ് സ്ഥലം. അല്പം പ്രയാസത്തിലാണ്, ചികിത്സ ആരംഭിച്ചിട്ടുണ്ട്. ഒരു പനി വന്ന് ക്ഷീണം തോന്നി പോയതാണ്. അതാണ് ഈ ഒരു അവസ്ഥയിലേക്ക് 2 ദിവസം കൊണ്ട് എത്തിയത്. അപ്പൊ ഈ ഒരു സ്റ്റേജൊക്കെയാണ് നമ്മളിലും ഒക്കെ വരാൻ ഇടയുള്ളത്. എന്ന് പറഞ്ഞാൽ അങ്ങനെ പേടിച്ച് ജീവിക്കണം എന്നുള്ളതല്ല, ഒരു സെക്കൻഡുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ അവസ്ഥകളും മാറി മറിഞ്ഞ് വന്നേക്കാം. ഒരു ചിന്ത ഉണ്ടാവുകയും സമയത്തെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നജമുദ്ദീൻ എത്രയും വേഗം പൂർണ്ണമായ ഷിഫ പ്രദാനം ചെയ്യട്ടെ. പൂർണ്ണമായ ആരോഗ്യത്തോടു കൂടി പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇന്ന് ഇവിടെ അവസാനിക്കുന്നു. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.